സോ കീം 2024 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഒരു ഡേറ്റ് ആണ് പബ്ലിഷ് ചെയ്തത്, ഫസ്റ്റ് അലോട്ട്മെൻ്റ് അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 29 നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5-ാം തീയതി അത് എൻഡ് ചെയ്തു 11 മണിക്ക്. 29 മുതൽ 5 വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. 4-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ദിവസമായിരുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് അത് ജസ്റ്റ് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ 4-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അതേപോലെ തന്നെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റും കുറേ പേർക്ക് ഡൗട്ട്. ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും വന്നിട്ടുണ്ടായിരുന്നു. ഒരു PDF വരും. ആ PDF-ൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ കുറേ റാങ്കും റോൾ നമ്പേഴ്സൊക്കെ വരും. അതിൽ നിങ്ങൾ റോൾ നമ്പേഴ്സ് / റാങ്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടിയെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആ PDF മനസ്സിലാക്കുക. അതാണ് ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്. ഇത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് തലേ ദിവസമോ അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ട് മുന്നേ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് അത് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിയുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ഒരു ഫോട്ടോ അല്ല നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, ഏത് കോളേജിലാണ് കിട്ടിയത്, ഏത് ടൈപ്പ് ഓഫ് സീറ്റാണ്, അങ്ങനെ കാണിക്കുന്ന ഒരു കൃത്യമായിട്ടൊരു സാധനമാണ്. നിങ്ങൾക്ക് അത് ജസ്റ്റ് പ്രിൻ്റ് എടുക്കാനും പറ്റും. അതാണ് ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതാണ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, നിങ്ങളുടെ പ്രൊഫൈലിനുള്ളിലാണ് കാണിക്കുക. അപ്പോൾ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെയിം തന്നെയായിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കാൻ നിൽക്കരുത്. അതൊരു കമ്പ്യൂട്ടർ CCP എന്ന് വിളിക്കാം, കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ്. സോ അതിനോട് നിങ്ങളത് ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സാണ്. പ്രൊവിഷണലും ഫസ്റ്റും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി. ഇനി ഫീസ് അടയ്ക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പലരും ചോദിക്കേണ്ടത് ഫീസ് അടച്ചില്ലേ ഞാൻ മുന്നോട്ട് പോയില്ലേ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ BTech ഫസ്റ്റ് ഇയർ ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ BTech കരിയറിൽ ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന KTUവിൻ്റെ ഒരു ചാനലുണ്ട്. എൻ്റെ ചാനൽ തന്നെയാണ്, മിസ്റ്റർ എഞ്ചിനീയർ KTU എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഇതേപോലെ ഇഷ്ടം പോലെ വീഡിയോസ് അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. നമ്മുടെ ഈ കീമിൻ്റെ കീമിൻ്റെ അല്ല BTech ഫസ്റ്റ് ഇയറിൻ്റെ കണ്ടൻസ്. സോ വളരെ യൂസ് ആയിരിക്കും. സോ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8/8/2024 ഓഗസ്റ്റ് 8-ന് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. പക്ഷേ ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 12 വരെ 4 മണി, ഓഗസ്റ്റ് 12-ാം തീയതി 4 മണി വരെയാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാനത്തെ സമയം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫീസ് അടയ്ക്കുന്ന കുട്ടികളുടെ കാര്യം. ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് പേ ദ ഫീസ് ഓൺ ഓർ ബിഫോർ the date prescribed for the same will lose their allotment as well as their existing options in the stream to which allotment belongs. The options once lost will not be available in the next phase. നിങ്ങൾ ഫീസ് അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഫീസ് അടച്ചിട്ടില്ല എന്ന് വരിക, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കോട്ടെ, അപ്പോൾ ഫീസ് അടച്ചിട്ടില്ല വരിക, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഓപ്ഷനും നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻസ് നഷ്ടപ്പെടും. നിങ്ങൾ അലോട്ട്മെൻറ്റ് 1, അലോട്ട്മെൻറ്റ് 2, അലോട്ട്മെൻറ്റ് 3 ഈ 3 അലോട്ട്മെൻറ്റ് നിങ്ങൾ ഔട്ടാവും. നിങ്ങൾ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി പുറത്താവും. പിന്നെ നിങ്ങൾക്ക് മോപ്പപ്പിലും സ്പോട്ടിലൊക്കെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ സീറ്റ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് എത്ര റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചിട്ടില്ല, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് പേ ദർ ഫീസ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താവും, നിങ്ങൾ അലോട്ട്മെൻറ്റ് പങ്കെടുക്കില്ല, എനിക്ക് അടുത്ത ഫേസ് ഓഫ് അലോട്ട്മെൻറ്റോട് പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലായിരിക്കും. ഫീസ് എങ്ങനെ അടയ്ക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് കാൻഡിഡേറ്റ്സ് ഹു ഗെറ്റ് അലോട്ട്മെൻറ്റ് ഹാവ് ടു പേ ദ ഫീസ് ഫോർ ദ എൻട്രൻസ് കമ്മീഷണർ as shown in the allotment memo through online payment അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുക. ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല, കൂടുതലും ഓൺലൈൻ തന്നെ അടച്ചുള്ളൂ. അതാണ് ഈസി മെത്തേഡ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു മെത്തേഡ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരാമെന്ന് ഓഗസ്റ്റ് 7-നാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാമെന്ന് ഓഗസ്റ്റ് 8-നാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 12 നമ്മൾ എന്താക്കണം, ഫീ പേയ്മെൻറ്റ് നടത്തണം. ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണ്, ഫീ പേയ്മെൻറ്റ് നടത്തണം. ഇതിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അതേപോലെ തന്നെ 8-ാം തീയതി വരും. അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഫീ പേയ്മെൻറ്റ് നടത്തണം. 12-ാം തീയതി 4 മണി വരെയുള്ളൂ, 4 PM വൈകുന്നേരം 4 മണി വരെയുള്ളൂ ടൈം ഉണ്ടാവുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് നിങ്ങൾ പുറത്താവും. സോ എല്ലാവരും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.